11th January 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ് ഇൻ പെറു ക്ലെയിംസ് അറ്റ്ലീസ്റ്റ് 17 ലൈഫ്സ്. അപ്പോൾ പെറുവിൽ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 17 പീപ്പിൾ ഡൈഡ് ഓൺ മൺഡേ ഇൻ പെറു ആസ് പ്രൊട്ടസ്റ്റേഴ്സ് ട്രൈങ് ടു സ്റ്റോം ആൻ എയർപോർട്ട് ക്ലാഷ്ഡ് വിത്ത് സെക്യൂരിറ്റി ഫോഴ്സസ് ഇൻ ദ ലേറ്റസ്റ്റ് വയലൻറ്റ് സ്പാം ഓഫ് എ മന്ത് ഓൾഡ് പൊളിറ്റിക്കൽ ക്രൈസിസ്. ഒരു മാസമായിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെൻറ്റിനെതിരെയുള്ള റിവോൾട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 17 പേര് പെറുവിൽ മരിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. വി വോണ്ട് പേ ഫാർതിങ് മോർ സെയ്സ് യൂണിയൻ കാർബൈഡ്. യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയായി ബന്ധപ്പെട്ട് വളരെ കോൺട്രവേഴ്ഷ്യലായിട്ട് നിലനിന്നൊരു പേരാണ് യൂണിയൻ കാർബൈഡ്. അതാണ് ആ കമ്പനി. അതിൻ്റെ എന്താ പറയുക, വിഷവാതകം എന്ന് പറയുന്നത് ടോക്സിക് മീഥൈൽ ഐസോസൈനേറ്റ് ഗ്യാസ് ലീക്ഡ് ഫ്രം ദ യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഇൻ ഭോപ്പാൽ ഓൺ ദ ഇൻ്റർവീനിങ് നൈറ്റ് ഓഫ് December 2 and 3, 1984. 1984 ഈ സംഭവം നടന്നത്. അന്നേരം ടോക്സിക് ആയിട്ടുള്ള മീഥൈൽ ഐസോസൈനൈറ്റ് ഗ്യാസാണ് ലീക്കായി പോയത്. കമ്പനിയുടെ പേരാണ് യൂണിയൻ കാർബൈഡ് കമ്പനി. ഇത് ഇപ്പോൾ വരാൻ കാരണം അതിൻ്റെ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഗവൺമെൻറ് വാക്കിംഗ് എ സ്ലിപ്പറി സ്ലോപ്പ് ബൈ സീക്കിംഗ് മോർ ഫണ്ട്സ് ഫോർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് വിക്ടിംസ് ഓവർ ആൻഡ് അബോവ് ദ 470 million പെയ്ഡ് ബൈ ദ കമ്പനി. അപ്പോൾ കമ്പനി കൊടുത്ത ഇത് പോരാന്നാണ് ഗവൺമെൻറ് പറയുന്നത്. 470 million കമ്പനി കൊടുത്തത്. എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം, 50 കോടി പോലും എന്തുകൊണ്ട് ബാക്കിയുള്ള ഗ്യാസ് ലീക്ക് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർക്ക്, അതിൻ്റെ വിക്ടിംസിന് എന്തുകൊണ്ട് ഡിസ്പേഴ്സ് ചെയ്തില്ല എന്ന് ചോദിക്കണം. SC ആസ്ക് വൈ 50 crore ഓഫ് ദ റിലീഫ് വാസ് നോട്ട് ഡിസ്ബേഴ്സ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഓൺ ട്യൂസ്ഡേ സെഡ് ഇറ്റ് വാസ് നോട്ട് വില്ലിംഗ് ടു പേ എ farthing more if a settlement with the center in 1989 is set aside by the Supreme Court. Even as Constitution bench asked the government why 50 crore of the 470 million paid by the company has not still reached the Bhopal gas tragedy victims after all these years. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1989 സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഫിക്സ് ചെയ്തൊരു സെറ്റിൽമെൻറ്റിൽ 715 കോടിയോളമാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഗേവ് എ കോമ്പൻസേഷൻ ഓഫ് $470 million, അതായത് 715 കോടി അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെൻറ്റ് ഇൻ 1989. It has sought additional funds of 7,400 crore from the pesticide company. The government said that there is a fresh data of more suffering caused by the incident. അപ്പോൾ ഇതിൽ വീണ്ടും 7,400 കോടി ചോദിക്കാൻ കാരണം എന്താണ്? പുതിയ ഡാറ്റ വന്നിട്ടുണ്ട്, അതായത് കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കണം? കാരണം യൂണിയൻ കാർബൈഡ് കമ്പനി എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയത് ആരാണ്? ഇന്ത്യയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ച് ഇപ്പോൾ ഒരു പുതിയ ഇത് വന്നു, ഒരു സിറ്റുവേഷൻ വന്നു. Situation arises from the actual scenario is less horrific than made out to be. Can the other side, UCC, come out and say that an excess amount was paid in the settlement and they want it back? അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഡാറ്റ വരികയാണ്, അതായത് ഈ പറഞ്ഞ പോലെ ശരിക്കുമുള്ള ബുദ്ധിമുട്ടല്ലേ, വിക്ടിംസിനുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുറവാണ് ഈ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും. അപ്പോൾ ഈ പറഞ്ഞ 710 കോടി അല്ലെങ്കിൽ 715 കോടി സെറ്റിൽ ചെയ്തതിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. UCC ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ഡാറ്റ വെച്ച് ഒരുപാട് പേര് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും 7,400 കോടിയോളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് യൂണിയൻ കാർബൈഡ് കമ്പനി പറയുന്നത്. കാരണം ഓൾറെഡി 1959 പരിപാടി സെറ്റിൽ ചെയ്താണ്. ഒന്നുകൂടെ അത് വായിക്കാം. ദ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഗേവ് എ കോമ്പൻസേഷൻ ഓഫ് 470,715 crore അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെൻറ്റ് ഇൻ 1989. അതിനുശേഷം ഒന്നും തരാൻ തയ്യാറല്ല എന്നാണ് യൂണിയൻ കാർബൈഡ് കമ്പനി പറയുന്നത്. ഈ ന്യൂസ് വന്നതോടുകൂടി ഈ പറയുന്ന മീഥൈൽ ഐസോസൈനൈറ്റും December 2, 3, 1984 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സായി മാറാണ്. കാരണം വീണ്ടും അത് എക്സാംസിൽ ചോദിക്കാനുള്ള സാധ്യത കൂടും. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ബാഡ് ആൻഡ് അഗ്ലി, എ ഗവർണേഴ്സ് ഡിപ്പാർച്ചർ ഫ്രം കൺവെൻഷൻ ഹാസ് സെറ്റ് ഓഫ് അൺസേവറി ഇവൻറ്റ്സ്. ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? തമിഴ്നാട് അസംബ്ലിയിലെ ഗവർണറുടെ സ്പീച്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് നടന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് അൺസേവറി ഇവൻറ്റ്സ് ടെൻഡ് ടു ഫുൾഫിൽ ദംസെൽസ്. അഡ്രസ് ഓഫ് തമിഴ്നാട് ഗവർണർ R.N. Ravi to the legislative assembly to open the new year's first session yielded the sort of drama that many foresaw. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്പോരായിട്ടും മറ്റു കാര്യങ്ങളിലും ഒരു റോഡ് ബ്ലോക്ക് ആയിട്ടും ഗവർണർ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉള്ള കാര്യമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ നിരക്കുന്ന കാര്യമാണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ R.N. Ravi എന്ന തമിഴ്നാട് ഗവർണർ എന്താ ചെയ്തത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിൻ്റെ ഓപ്പണിംഗ് സെഷനിൽ 2023 ഓപ്പണിംഗ് സെഷനിൽ നടത്തിയ ഒരു പരാമർശമല്ല, ഒരു പോർഷൻ ഓഫ് സ്പീച്ച് ഒമിറ്റ് ചെയ്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഹിസ് ഇൻഡിസ്ക്രീറ്റ് റിമാർക്സ് ഇൻ റീസെൻറ്റ് ഡേയ്സ് ടു ദ എഫക്ട് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് നോട്ട് കോൾ ഇറ്റ് സെൽഫ് തമിഴ്നാടു ആൻഡ് ഇറ്റ്സ് politics was regressive
പോർട്ടൻറ്റ് ടെൻഷൻ വെൻ ഹി കെയിം ടു അഡ്രസ് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഇതിന് മുമ്പേ ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പൊളിറ്റിക്കൽ റിമാർക്സ് ആർ എൻ രവി പറയുന്നുണ്ട്. തമിഴ്നാടുവിനെ തമിഴ്നാടു എന്ന് വിളിക്കരുതെന്നും അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര റിഗ്രസീവ് ആണെന്നോ അത് പ്രോഗ്രസീവ് അല്ല എന്നൊക്കെയുള്ള കമൻറ്റ്സ് എപ്പോഴും വരുന്നുണ്ട്. വാട്ട് വാസ് അൺഫോർച്ചുനേറ്റ് അബൌട്ട് മിസ്റ്റർ രവീസ് അപ്രോച്ച് വാസ് ദാറ്റ് ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ DMK regime was carried out in legislature of which is an integral part. Against this backdrop, Mr. Ravi chose to skip portions of the prepared text including the reference to the Dravidian model of governance. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ പറ്റുക, ഈ ദ്രാവിഡിയൻ മോഡൽ ഓഫ് ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞ് വാക്ക് ഉണ്ടായ പാരഗ്രാഫ് മനഃപൂർവ്വം പുള്ളി എന്ത് ചെയ്തു, ഒമിറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, എല്ലാവർക്കും അത് പ്രശ്നം ഉണ്ടാക്കി. മിസ്റ്റർ രവി ചോസ് ടു സ്കിപ്പ് ദ പോർഷൻസ് ഓഫ് ദ പ്രിപ്പയർഡ് ടെക്സ്റ്റിൽ നിന്ന് ഒരു പോർഷൻ ദ്രാവിഡിയൻ മോഡൽ ഓഫ് ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ പോർഷൻ എന്ത് ചെയ്തു, അത് ഒഴിവാക്കിയിട്ടാണ് സംസാരിച്ചത്. There have been instances of governors deviating from the prepared text, but unlike in other states, this evoked an immediate backlash from the Chief Minister M.K. Stalin. അപ്പോൾ സാധാരണ ഇതിൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ ഗവർണർ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒന്ന് ചെറുതായി ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ M.K. Stalin അപ്പം തന്നെ റിയാക്ട് ചെയ്തു. The constitutional convention is the president of the or governor should not depart from the text as it is nothing but a statement of policy of the elected government. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ഗവർണറോ പ്രസിഡൻറ്റോ പാടില്ല. കാരണം എന്താ, അത് പോളിസി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മോസ്റ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഹാവ് ഇൻ ദ പാസ്റ്റ് അവോയ്ഡഡ് കൺഫ്രണ്ടേഷൻ ഡിസ്പൈറ്റ് ദ occasional departure from the convention. Mr. Stalin, however, chose to hand out immediate respite in the very presence of the governor through a resolution that said house record would reflect only the prepared text, not the one with impromptu additions or deletions made during the delivery by the governor. സാധാരണഗതിയിൽ ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ടാതിരിക്കാറുണ്ട്. പക്ഷേ ഈ M.K. സ്റ്റാലിൻ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എന്താ ചെയ്തത്, അപ്പോൾ തന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന സ്പീച്ചിലെ ഒമിറ്റഡ് ആയിട്ടുള്ള ഭാഗമല്ല സഭാ റെക്കോർഡുകളിൽ വേണ്ടത്, നേരെ മറിച്ച് ശരിക്കുമുള്ള ടെക്സ്റ്റ് തന്നെയാണ് വേണ്ടത്. ഗവർണർ ഒമിറ്റ് ചെയ്ത കാര്യങ്ങൾ ആയിട്ട് ഒമിറ്റ് ചെയ്തൊരു സ്പീച്ചല്ല, ടെക്സ്റ്റല്ല റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്, മുഴുവനായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ രവി ദ ഗവർണർ ഓഫ് തമിഴ്നാട് വാക്ക്ഡ് ഔട്ട്, apparently treating the move to adopt the resolution as an affront. Governor need not have reacted in such a manner as there is no reason why deviation from convention on the governor's part should not be met with an immediate response. അപ്പോൾ കൺവെൻഷൻ സാധാരണഗതിയിൽ മാറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ മാറാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ മാറിയതിന് എന്ത് പറ്റി, പെട്ടെന്നൊരു ബാക്ക്ലാഷ് ഉണ്ടായി. പെട്ടെന്ന് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ റെസ്പോണ്ട് ചെയ്തു. അത് കാരണം ഗവർണർ രവി വാക്കൗട്ട് ചെയ്തു. ഫ്യൂച്ചർ കൺവെൻഷൻ ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് ദ ഗവർണർ ഗിവ്സ് അപ്പ് ഹിസ് പെൻഷൻറ്റ് for making politically loaded remarks and he's heedful of the state political sensibilities. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയൊരു കാര്യത്തിൽ ഗവർണറുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഗവർണർ ആസ് എ റോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ബിൽസിൻ്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ, അങ്ങനെയുള്ള അസെൻറ്റ് ടു ബിൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾസ് മറന്നുകൊണ്ട് പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള റിമാർക്സ്, പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ കാണിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷർ നന്നായി സ്മൂത്തായി നടക്കുന്നുണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ട ഗവർണർ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആക്ച്വലി എന്താ പറയുക, പൊളിറ്റിക്കൽ റിമാർക്സ് ആയാലും ആ പൊസിഷൻ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി. ഇപ്പോൾ റോൾ ഓഫ് ഗവർണർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ സർക്കാരിയ കമ്മീഷനൊക്കെ റോൾ ഓഫ് ദി ഗവർണർ എന്ന രീതിയിൽ പറഞ്ഞു. റോൾ ഓഫ് ഗവർണർ എത്രമാത്രം ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും എന്നുള്ളത് ഒരു ഡിബേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിലേഷൻ, ഗവർണർ ആൻഡ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് ഒരിക്കൽ കൂടി മോശമാവുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ഇതേപോലത്തെ എക്സാമ്പിൾസ് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലുണ്ട്. ഡൽഹിയിലും ലഫ്റ്റനൻറ്റ് ഗവർണറും അതുപോലെ തന്നെ അസംബ്ലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനലൈസ് ചെയ്തത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് DAC ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഗിവ്സ് നോട്ട് ടു പർച്ചേസ് ഇൻഡിജീനിയസ് ഡിഫൻസ് സിസ്റ്റം. Acceptance of necessity given for 3 capital acquisition proposal amounting to 4,276 crore. These include helicopter launched Nag missiles and BrahMos cruise missile launchers for ship. അപ്പോൾ നാഗ് മിസൈൽസും BrahMos ക്രൂയിസ് മിസൈൽസൊക്കെ അടങ്ങുന്ന ഒരു പർച്ചേസ് പ്ലാൻ ആണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ DACയുടെ ഹെഡ് ആരാണ്? ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ചെയർ ആരാണ്? ഡിഫൻസ് മിനിസ്റ്ററാണ്. ഡിഫൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ അല്ല, ഡിഫൻസ് മിനിസ്റ്ററാണ്. The Defence Acquisition Council DAC headed by Defence Minister Rajnath Singh on Tuesday accorded acceptance of necessity for 3 capital acquisition proposals amounting to എത്രയാണ് 4276 കോടിയാണ്. ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗ് മിസൈൽസും BrahMos ഒക്കെ. ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഉണ്ടാക്കി, ഇന്ത്യയിൽ ഉണ്ടാക്കിയത് തന്നെയാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാനല്ല. ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡാണ്. ഇന്ത്യൻ മെയ്ഡ്
ഇന്ത്യൻ മെയ്ഡ്. ഓക്കെ, സ്പോർട്സ് ന്യൂസാണ്. കോഹ്ലീസ് 45th ODI സെഞ്ചുറി സെറ്റ്സ് അപ്പ് ഇന്ത്യാസ് ബിഗ് വിക്ടറി. അപ്പോൾ ഇത് ODI സീരീസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശ്രീലങ്ക ഫസ്റ്റ് ODI സീരീസിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് എന്നതാണ് ന്യൂസ്. കോഹ്ലിൻ്റെ 45ാമത്തെ ODI സെഞ്ചുറിയാണ് ഈ പറഞ്ഞ ഈ മാച്ചിൽ വന്നത്. ODI സീരീസിൻ്റെ തുടക്കത്തിൽ 1-0 എന്ന രീതിയിൽ ഇന്ത്യ സീരീസ് ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്രയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, സി യു.